വറ്റൽമുളക്, ഗാർലിക്, പുളി, തേങ്ങ എന്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്നല്ലേ? വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇത് ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ ഈ ഐറ്റംസും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ ചട്നിക്കൊരു പ്രത്യേകതയുണ്ട്. 3 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ വാട്ടർ കണ്ടൻറ്റ് തീരെ ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നിറയെ എണ്ണ ഒഴിക്കണം. 2 ടേബിൾ സ്പൂണെങ്കിലും നല്ലെണ്ണ തന്നെ ഒഴിക്കണം. അതിലേക്ക് കുറച്ച് കടുകും ഉഴുന്നപ്പരിപ്പ്, കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയിട്ട് കടലപ്പരിപ്പും ഉഴുന്നപ്പരിപ്പും കുറച്ച് നേരം ചുവക്കുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചട്നി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം നമ്മൾ ജാറിൽ ഒഴിച്ച് എടുക്കാറുണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ പോകാൻ പാടില്ല കേട്ടോ. ഇനി നന്നായി വാട്ടിയതിന് ശേഷം വെള്ളമെല്ലാം വറ്റിയിട്ട് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ജാഗരിയോ ഇട്ട് കൊടുക്കാം. അത് ആ ഗാർലിക്കിൻ്റെ കുത്തൽ കുറയാൻ വേണ്ടിയിട്ടാണ്. ഇനി എണ്ണ എല്ലാം തെളിഞ്ഞ് കഴിയുമ്പോൾ ചൂടാറി നമുക്കതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. പിറ്റേ ദിവസം ഞാൻ ദോശയ്ക്ക് വേണ്ടി എടുത്തു. റീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ദോശ ചുടുന്നതിന് ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. നല്ല അടിപൊളി ചട്നിയാണ്. നല്ല പഞ്ചുള്ള ഒരു ചട്നി. ദോശയ്ക്കും ഇഡ്ഡലിക്കും നന്നായി സൂട്ടബിളായിട്ടുള്ള ഒരു കോക്കനട്ട് ഗാർലിക് ചട്നിയാണിത്. വാട്ടർ കണ്ടൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.